നമുക്ക് ഇന്ന് രാത്രിത്തേക്ക് ഞാൻ ചപ്പാത്തിയിലൂടെ നല്ല ടേസ്റ്റ് ഏറിയ ഒരു കൂൺ മഷ്റൂം കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഒരു ബൗൾ നിറയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു മുട്ടയും ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ ഇടുകയാണ്. അപ്പം അത് മുട്ടയൊക്കെ എപ്പോഴും ചേർക്കണം എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. വേവിക്കാൻ ഇടാം. അപ്പോൾ നമുക്കിതിനെ ഒരു ശകലം എല്ലാത്തിലും വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതിനൊന്ന് നല്ല പോലെ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് എന്നിട്ട് കഴുകിയെടുക്കാം. ഞാൻ എല്ലാം ഈരണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലുതൊക്കെ ചെറുതെല്ലാം ഒന്നാക്കിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി ചേർക്കാനുള്ള അതെന്ന് വെച്ചാൽ 2 ചെറിയ ഒരു വലിയ ഉള്ളിയാണെങ്കിൽ 1 മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 ചെറുതെടുത്തത്. ഒരു ടൊമാറ്റോ, ഒരു 5-6 വെളുത്തുള്ളി, ഒരു പച്ചമുളക്. അപ്പോൾ ഇത് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ഇതിനെ ഉള്ളിയെ ഒരു 4-5 കഷ്ണമായിട്ട് മുറിച്ച് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചു വരാം. നമുക്കിനി എണ്ണ ഒഴിച്ച് ഇതാണ് പാൻ അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതാ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ടില്ല, ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം. കടുകെല്ലാം പൊട്ടി. അപ്പോൾ നമുക്കിത് കരിവേപ്പില ഇട്ടു കുറച്ച് മതി. പിന്നെ നമുക്ക് കുറച്ച് ആ 2 ഉള്ളി ഞാൻ നല്ല പോലെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വാടട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത് വെളുത്തുള്ളിയും പച്ചമുളകും, ഇഞ്ചി ഇടുന്നില്ല, വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. ഒരു പച്ചമുളകും ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് ടൊമാറ്റോ അടിച്ചു വരാം. 1 മിനിറ്റായി. അപ്പോൾ അതാ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിഞ്ഞ് അടിച്ചതാണ്, മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പഴുത്തതായിരിക്കണം. അപ്പം അതും കൂടെ നല്ല വറണ്ട് വരണം. 2-3 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, കൂടുതൽ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ, ടേബിളല്ല 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ. ഇത്രയും കൂടെ ആകുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ആയി. ഇനി വേണം ഒരു ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഇതൊന്ന് പച്ചമണം മാറി നല്ല ഒന്ന് മൂത്ത് വരണം. ഈ സമയം നിങ്ങൾക്ക് ഒരു ശകല എണ്ണയോടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വേണ്ടാത്തവർക്ക് കുഴപ്പമില്ല. മൂത്ത് വന്നിട്ട് നമുക്കിനി ഉള്ളിനെ തട്ടി കൊടുക്കണം. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതാണ്ട് എല്ലാം നല്ല വറണ്ട് വന്ന്. അപ്പോൾ നമുക്കിനി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഇനി ഇതെല്ലാം നല്ല ആയിട്ടുണ്ട്. അപ്പം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കളയില്ല. ഇതിനിപ്പോൾ നമുക്ക് പിന്നെ ഇത് മഷ്റൂം തട്ടി കൊടുക്കാം. മഷ്റൂം തട്ടി കൊടുത്ത് നേരത്തെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഉടച്ച് വേണമെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല കുറുകുറുപ്പും ടേസ്റ്റും ഒക്കെ കാണും. അടച്ചിട്ടിട്ട് ഒന്ന് വെന്തിട്ട് വരാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു മുട്ട ഇവിടെ അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ.
അത് ഇപ്പം നമുക്ക് ഞാൻ നല്ല മഞ്ഞക്കരുവാണ് എടുക്കണം. അപ്പം മഞ്ഞക്കരുവ് എടുത്തത് ഇതിലോട്ടൊന്ന് പൊടിച്ചിടാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ അതിനെ ഒഴിച്ച് വെച്ചത്. നല്ല ഒരു ടേസ്റ്റായിരിക്കും, നിങ്ങളെല്ലാം വയ്ക്കണം. ഇനി നമുക്കിപ്പം അത് ആ വെള്ളയും കൂടെ അതിനകത്തോട്ട് പൊടിച്ചിടാം. ഇത് ചപ്പാത്തിക്ക് എടുക്കാം, ചോറിനെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില മാങ്ങ നേരത്തൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ കരിവേപ്പില ഇട്ടു. എല്ലാം റെഡിയായി കഴിഞ്ഞ് നല്ല കളറെല്ലാം ഉണ്ട്. അപ്പം നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളിതെല്ലാവരും നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. വച്ച് കഴിച്ചതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന ഇങ്ങനത്തെ ചെറിയ വീഡിയോകളൊക്കെ കിട്ടും.